ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോൾഫുൾ ലാൻഡ്സ്കേപ്പിന്റെ പുതിയൊരു ക്വിക്ക് ലൈറ്റ് റൂം എഡിറ്റിംഗ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന രണ്ട് മാസ്കുകളാണ്, അതായത് ലീനിയർ ഗ്രേഡിയന്റും റേഡിയൽ ഗ്രേഡിയന്റും. ഞാൻ എൻ്റെ ലാൻഡ്സ്കേപ്പ് എഡിറ്റിംഗ് വർക്ക്ഫ്ലോയിൽ ഒരുപാട് പല രീതിയിൽ ഈ സാധനം ഉപയോഗിക്കാറുണ്ട്. ലൈക്ക് ഫേക്ക് ഫോഗ് കൊണ്ടുവരാൻ ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ സബ്ജക്റ്റിന് കുറച്ചുകൂടെ ഡെപ്ത് കൊടുക്കാൻ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏരിയയിൽ ചില ഏരിയയിൽ എക്സ്പോഷർ കൂട്ടാൻ, ചില ഏരിയയിൽ എക്സ്പോഷർ കുറയ്ക്കാൻ, മിസ്റ്റ് കൊണ്ടുവരാൻ, നമ്മുടെ ലൈറ്റിൻ്റെ ഡയമെൻഷൻസ് മാറ്റാൻ, നമ്മുടെ വെനിയാറ്റിംഗ് കൊണ്ടുവരാൻ, ഇങ്ങനെ ഒരുപാട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഫോട്ടോയുടെയും നേച്ചർ അനുസരിച്ചായിരിക്കും ഞാൻ ഈ സംഭവങ്ങൾ ഉപയോഗിക്കുക. ഞാൻ ഈ ടിപ്സും ട്രിക്സും ഒക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുകയാണ്. സോ വിത്തൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമുക്ക് ആദ്യം ഈ രണ്ടെണ്ണത്തിൻ്റെയും സംഭവം എന്നൊന്ന് കണ്ടു നോക്കാം. റേഡിയൽ ഗ്രേഡിയന്റ് എന്താണ്? റേഡിയൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു പോയിന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു എഫക്റ്റാണ് റേഡിയൽ ഗ്രേഡിയന്റ്. ഇനി ലീനിയർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റിലേക്ക് എന്നതിന് പകരം ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ ഫെദർ ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ് ലീനിയർ ഗ്രേഡിയന്റ്. ഇത് രണ്ടും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടത്താം. അതായത് റേഡിയൽ ഗ്രേഡിയന്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുരിശ് കാണും. ഈ സംഭവം നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, മൗസ് ആണെങ്കിൽ മൗസ്, ട്രാക്ക് പാഡ് ആണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം വരും. നിങ്ങൾ കൈ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. കൈ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡോട്ടിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വലിപ്പം നിങ്ങൾക്ക് കൂട്ടാം. അതുപോലെ തന്നെ 4 സൈഡിലുണ്ട്, അങ്ങനെ ചെയ്യാം. ഇനി ഇതിൻ്റെ ഫെദർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ എന്താണ് ഫെദർ? അത് ആദ്യം മനസ്സിലാക്കാമല്ലോ. ഫെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻറ്റൻസിറ്റി ഇങ്ങനെ കുറഞ്ഞു പോകുന്ന ലെഫ്റ്റാണ്. നിങ്ങൾക്ക് ഈ റെഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സെൻട്രൽ കൂടുതലും പുറത്തേക്ക് കുറവുമാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ റേഡിയൽ ഗ്രേഡിയൻ്റെ താഴെ ഫെദർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫെദറിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാം, കുറയ്ക്കാം. കുറച്ച് കഴിഞ്ഞാൽ വെട്ടിയെടുത്ത് വെച്ചിരിക്കും. കൂട്ടിക്കഴിഞ്ഞാൽ അതൊരു ഗ്രാജുവലായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇൻവേർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് സെൻട്രലിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്. നമുക്കിനി അത് ഇൻവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുനിന്ന് അകത്തേക്ക് വരും. പിന്നെ എൻ്റെ താഴെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് എക്സ്പോഷർ. ഒരുമാതിരിപ്പെട്ട എല്ലാ ടൂൾസും നിങ്ങൾക്ക് ഒരു മാസ്കിന് തരാം. ഈ കാണുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് എല്ലാ മാസ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരെ ലീനിയർ ഗ്രേഡിയന്റിലേക്ക് പോകാം. എന്താണ് ലീനിയർ ഗ്രേഡിയന്റ്? ഇതാ ഈ പ്ലസ് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ ഒരു കുരിശ് വരും. നിങ്ങൾക്ക് അവിടെ ഞെക്കി ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വട്ടത്തിന് പകരം നമുക്കൊരു ലീനിയർ ആയിട്ടുള്ള, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. ആ ഒരു എഫക്റ്റ് ഏത് പോയിന്റിൽ നിന്നാണോ സ്ട്രോങ് മറ്റേ പോയിന്റിലേക്ക് ഇങ്ങനെ അങ്ങ് പോകായിരിക്കും ചെയ്യുക. അത് കണ്ടില്ലേ? ഇതിനും നിങ്ങൾക്ക് കൈ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും, അതിൻ്റെ ഫെദറിങ് ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഫെദറിങ് അല്ല, അതിൻ്റെ ആ ഒരു ലീനിയൻസി, അതായത് ഒരു പോക്ക് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിനും നിങ്ങൾ കൈ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്വയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. മൂവ് ചെയ്യും തോറും ഈ ഭാഗത്ത് കടുപ്പം കൂടുതലും ഈ ഭാഗത്ത് കടുപ്പം കുറവുമാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഇതിനെ തിരിക്കണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ, ഈ കാണുന്ന സർക്കിൾ അവിടെ വരുമ്പോൾ ഈ മൗസിൻ്റെ ഐക്കൺ ഇങ്ങനെ ഒരു സംഭവം മാറും. അകത്ത് ഞെക്കി ഇങ്ങനെ വട്ടം കറക്കാം, എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലാ എഫക്റ്റുകളും ഉണ്ട്. ഏതൊക്കെ രീതിയിൽ ഈ മാസ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത്രയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഫോട്ടോ. നിങ്ങൾ ഒരു പടം വരയ്ക്കുന്ന ആളാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു ബ്രഷ് ഉണ്ട്, ആ ബ്രഷ് കൊണ്ട് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കലാകാരൻ്റെ ഇഷ്ടത്തിന് എന്തും ചെയ്യാം എന്ന് പറയുന്നത് പോലെയാണ് നമുക്കിവിടെ മാസ്കിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ചില സംഭവങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അതായത് ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസ് ഇവിടെ എടുത്തിട്ട് അങ്ങ് നിരത്തിയിട്ട് നിങ്ങളെ കാണിക്കുകയാണ് ഞാൻ എന്തൊക്കെയാണ് ഓരോ ഫോട്ടോയിലും ചെയ്തിരിക്കുന്നതെന്ന്. നിങ്ങൾക്കത് കാണുമ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ ചില സാധ്യതകളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഈ ഒരു ഫോട്ടോയിലേക്ക് ഒന്ന് നിങ്ങൾക്ക് ഇവിടെ 3 മാസ്ക് കാണാൻ പറ്റും. ഒരു മാസ്ക് 1 പറയുന്ന ഒരു റേഡിയൽ ഗ്രേഡിയൻറ്റും 2 ലീനിയർ ഗ്രേഡിയൻറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു റേഡിയൽ ഗ്രേഡിയൻ്റ് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഫേക്ക് ഗ്ലോ, സൺ ഗ്ലോ ഞാൻ കൊണ്ടുവരികയാണ്. ഇത് ഓഫാക്കി കാണിക്കാം, കണ്ടോ? അതായത് ഓൾറെഡി ആ ഭാഗത്താണ് സൂര്യൻ ഉദിച്ച് വന്നുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ കുറച്ചുകൂടി ഒരു സെറ്റപ്പ് കൊടുത്തു. അതെന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചെറുതായിട്ട് ഇവിടെ നമ്മുടെ മറ്റേ കർവ് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ, ക്ലാരിറ്റി, ഡീഹേസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു, കാരണം സോഫ്റ്റ് ലൈറ്റ് വരുമ്പോൾ അവിടെ ഒരു ഗ്ലോ, ഒരു തിളക്കം ഉണ്ടാവും. പ്രത്യേകിച്ച് ലേക്കിൻ്റെ അവിടെയൊക്കെ ആകുമ്പോൾ കുറച്ച് ഫോഗ് പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ലീനിയർ ഗ്രേഡിയൻ്റ് ഈ ഫോട്ടോയിൽ എങ്ങനെ ഉപയോഗിച്ച് നോക്കാം. ഈ ഭാഗത്തും ആ ഇപ്പുറത്താണ് വെട്ടം. സോ ഇപ്പുറത്ത് ഓട്ടോമാറ്റിക്കലി ഈ വെട്ടത്തിനൊരു അംശം കുറവുണ്ടായിരിക്കും. അതിന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ കണ്ട് നോക്കാം. ഈ ഒരു ഫോട്ടോയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, ഞാൻ എല്ലാ മാസ്കും ഒന്ന് ഓഫായി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ? വളരെ സറ്റിലായിട്ടുള്ള ചില ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഞാൻ ഈ സബ്ജക്റ്റിന് കൊടുത്തിരിക്കുന്ന ഒരു ബൂസ്റ്റാണ്. ഇത് നോക്കുക, സബ്ജക്റ്റ് അല്ല, സബ്ജക്റ്റിൻ്റെ ചുറ്റുപാടും. അത് ചെയ്ത് നമ്മുടെ റേഡിയൽ ഗ്രേഡിയൻ്റാണ്. കണ്ടോ? വളരെ നൈസായിട്ടൊരു സംഭവം. പിന്നെ ഈ ലീനിയർ ഗ്രേഡിയൻ്റ് കൊണ്ട് ഞാൻ ഇവിടെ സ്കൈയിൽ
ഇത് കുറച്ചിട്ടുണ്ട്. അതിങ്ങനെ കുറച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ആ എഫക്റ്റ് നമ്മുടെ ആടിൻ്റെയും നമ്മുടെ ഫോർഗ്രൗണ്ടിലേക്കും ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ സബ്ജക്റ്റിനെ സബ്സ്ട്രാക്ട് ചെയ്തു, മറ്റൊരു ലീനിയർ ഗ്രേഡിയൻ്റ് വീണ്ടും സബ്സ്ട്രാക്ട് ചെയ്തു. അത്രയും കോംപ്ലിക്കേറ്റഡിലേക്ക് പോകണ്ട. അപ്പം ഈ ഒരു ഫോട്ടോയ്ക്ക് അങ്ങനെ ഒരു സാധ്യതകൾ വന്നു. ഇനിയും ഫേക്ക് ഫോഗ്. ഇപ്പം ഈ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കുക, ഈ ഒരു ഫോട്ടോ 2 മാസ്കേ ഉള്ളൂ. അതിലൊന്ന് നമ്മുടെ റേഡിയൽ ഗ്രേഡിയൻ്റെ ഈ ഒരു സംഭവമാണ്. അത് ഓഫായി കഴിഞ്ഞാൽ വളരെ വളരെ ചെറിയൊരു എന്താ പറയുക ഫോഗ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, വളരെ ചെറിയ, കാരണം ഓൾറെഡി അവിടെ ഒരു ഫോഗ് ഉണ്ട്. നമ്മൾ പക്ഷേ അതിനെ കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. അത് ആ ഫോട്ടോയ്ക്ക് ഒരു ഡ്രീമി ലുക്ക് കൊടുത്തു. എന്താണ് ഫോഗ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സെറ്റിങ്സ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡീഹേസ് നമുക്ക് ഇനിയും വേണേൽ കൊടുക്കാം, പക്ഷെ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ വൃത്തികേടാണ്. കണ്ടോ, ഹേസ് കൂട്ടി, അതായത് ഹേസ് എടുത്ത് കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള ഫോഗ് പോലത്തെ സാധനങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പം അത് നമ്മൾ ചെയ്തു, ക്ലാരിറ്റി കുറച്ചു, ടെക്സ്ചർ കുറച്ചു. അപ്പോൾ അവിടെ അങ്ങനെ വന്നു. രണ്ടാമത് ലീനിയർ ഗ്രേഡിയൻ്റ് ഉപയോഗിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? ഇവിടെ ഞാനതിനെ ഒരു നമ്മുടെ കണ്ടോ ഇങ്ങനെ ഇരുന്ന സംഭവത്തിന് നമ്മൾ ആ ഒരു ചെറിയൊരു ദൂരെയാണ് വെളിച്ചം, ഇവിടെ വെളിച്ചം കുറവാണ്. കാരണം എന്താണ്? ഫോറസ്റ്റ് ഉള്ളത് കൊണ്ട്. കണ്ടോ, ആ റോഡിന് അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബ്ലൂ കളർ കൊടുത്തു ഈ ഒരു ഏരിയ. അങ്ങനെയുള്ള കുറച്ച് എഡിറ്റൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമുക്ക് ഈ ഒരു ഫോട്ടോയിലേക്ക് ഇവിടെ മാസ്കിങ്ങിൻ്റെ മഴയുണ്ട്. ഏകദേശം എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 എണ്ണം ഉണ്ട്. അപ്പം ഞാൻ അവിടെ എന്തൊക്കെയാണ് ചെയ്തത് നമുക്ക് പെട്ടെന്ന് കണ്ടു നോക്കാം. ഈ ഭാഗത്ത് ഒന്ന് എക്സ്പോഷർ കുറച്ചു, ഇത് നോക്കുക, കണ്ടോ ലീനിയർ ഗ്രേഡിയൻ്റ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ച് എക്സ്പോഷർ കുറച്ചു, ലീനിയർ ഗ്രേഡിയൻ്റ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ച് ഒരു ഫേക്ക് ഫോഗ് കൊടുത്തു, റേഡിയൽ ഗ്രേഡിയൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ കുറേ കല്ലുകൾക്ക്, ഇത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, കല്ലുകൾക്കൊക്കെ ചെറുതായിട്ടൊരു എക്സ്പോഷർ കണ്ടോ. ഇവിടുത്തെ കല്ലിന് ഇവിടെ തൊട്ട് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ശരി, കണ്ടോ. ഇപ്പം ഈ കല്ല് നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ഞാൻ ഓഫാക്കുമ്പോൾ. സോ ആസ് എ ഓൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പം ഈ ഫോട്ടോയുടെ സംഭവം ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ ഒത്തിരി മാസ്ക് ഉപയോഗിച്ച് എനിക്ക് തോന്നില്ല. പക്ഷേ ആ ഫോട്ടോയ്ക്ക് ഒരു ഡയമെൻഷൻ്റെ മാറ്റം വരുന്നുണ്ടോ? അതാണ് ഈ ലീനിയർ ഗ്രേഡിയൻറ്റും റേഡിയൽ ഗ്രേഡിയൻറ്റും ഏറ്റവും വലിയ ഉപകാരം. ഇനി മിൽക്കി വേ ഫോട്ടോഗ്രാഫിയിൽ വന്നാൽ മിൽക്കി വേയുടെ ഡീറ്റെയിൽസ് കൂട്ടാൻ ഞാൻ ഈ ഞാൻ മോസ്റ്റ്ലി ഫോട്ടോഷോപ്പിലാണ് എഡിറ്റ് ചെയ്യുക. പക്ഷേ എങ്കിലും ക്വിക്ക് എഡിറ്റ് എന്ന നിലയിൽ കാണിച്ചു തരാൻ വേണ്ടിയാണ്. കണ്ടോ, ഈ മിൽക്കി വേയുടെ ഡീറ്റെയിൽസ് നമുക്ക് റേഡിയൽ ഗ്രേഡിയനോട് ചെയ്യാൻ പറ്റും. കാരണം മിൽക്കി വേയുടെ സെൻറ്ററിൽ നമുക്ക് ഡീറ്റെയിൽസ് വേണം, പുറത്തേക്ക് അത്രയും നമുക്ക് ഡീറ്റെയിൽസ് വേണ്ട. ഞാനത് ഓഫായി കാണിക്കാം. കണ്ടോ, ആ ഒരു സ്റ്റാർസിന് ചുറ്റുമുള്ള അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്? ഇവിടെ എക്സ്പോഷർ കൂട്ടി, കോൺട്രാസ്റ്റ് കൂട്ടി, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ബ്ലൂ കളർ കൊടുത്തു. ഇതിൻ്റെ സെൻട്രൽ കേവ് കൂട്ടി, ക്ലാരിറ്റി കൂട്ടി, ടെക്സ്ചർ കൂട്ടി, ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട്. വീണ്ടും വേറൊരു ഫോട്ടോയിലേക്ക് വന്ന് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന മാസ്ക് എന്താണ്? ഇതുണ്ടോ, കണ്ടോ. അപ്പം ഇത്രയും ഉദാഹരണങ്ങൾ പോലെ നമുക്ക് ഫേക്ക് ഫോഗ് ഉണ്ടാക്കാനും ലൈറ്റിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് ലൈറ്റിന് ഒരു ഏരിയയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് നമ്മൾ ഈ ഫോട്ടോയിൽ ചെയ്തത്. കണ്ടോ, ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഇതിനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കണ്ടോ പോയില്ലേ? പക്ഷെ നമുക്ക് ആ ലൈറ്റിനെ കൊണ്ടുവരാം എങ്ങോട്ട് വേണേലും. അപ്പോൾ ഇവിടെ കൊണ്ടുവച്ചാൽ ഒരു സുഖമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സൂര്യൻ അവിടെ എല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ നിന്ന് ഗ്രാജുവലി അങ്ങോട്ട്. അപ്പോൾ ഇത്രയും ബാക്കി നിങ്ങളുടെ കയ്യിലാണ് ശരിക്കും പറഞ്ഞ സംഭവങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്കാണത് കൺട്രോൾ ചെയ്യാനും സംഭവങ്ങൾ സെറ്റാക്കാനും ഒക്കെ പറ്റുള്ളൂ. എനിക്കിതിൻ്റെ ഒരു സാധ്യതകൾ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. സോ ഞാൻ ഇവിടെ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ റേഞ്ച് മാസ്ക് പരിചയപ്പെടും. എന്താണ് റേഞ്ച് മാസ്കുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ നമുക്ക് കാണാം. സോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ഫോർ നൗ. പീസ്.